കൂടി ഉടായ്പിൽ കൂടി കാശുണ്ടാക്കുന്നുണ്ടെങ്കിലും, അങ്ങനെ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ പറയുന്ന, അതായത് ഉണ്ടെന്ന് പറയുന്ന ആളുകളോട് ഞാൻ പറയുകയാണ്, അങ്ങനെ ഉടായ്പിൽ കൂടി അച്ചായൻ കാശുണ്ടാക്കുമ്പോഴും മറ്റൊരു സൈഡിൽ കൂടി ഒരുപാട് പാവങ്ങളെ സഹായിക്കാനായിട്ട് അയാൾ മുന്നിലേക്ക് നിൽക്കുന്നുണ്ട്. ഒരു പബ്ലിസിറ്റിയോ എന്തുമായിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും അയാൾ അതിൽ കൂടി അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനം വളർത്തുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകളെ സഹായിക്കുന്നു. ആ ഒരു മനസ്സ് തന്നെയാണ്, ആ ഒരു മനസ്സ് നമുക്ക് കണ്ടില്ലെന്ന് വെക്കാൻ പറ്റില്ല. അപ്പോൾ അച്ചായൻ്റെ കുറച്ച് വീഡിയോസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് അച്ചായൻ പറയുന്നത്, ഈ തനിക്കെതിരെ ഈ പറയുന്ന വീഡിയോ ചെയ്യുന്ന ആളുകൾക്കൊന്നും അറിയില്ല, തന്നെ വെറുതെ കരിവാരി തേക്കാനായിട്ട് ചെയ്യുന്നതാണ്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുമെന്നാണ് അച്ചായൻ പറയുന്നത്. ഞാൻ ആ ഒരു വീഡിയോ നിങ്ങളത് കാണിച്ചു തരാം. എന്റെ സൈബർ അറ്റാക്കും ഭീഷണിയും കാശ് ചോദിക്കലും കാരണം എന്നെ ജീവിക്കാൻ സമ്മതിക്കുകയല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ്. ഇങ്ങനെയാണോ നിങ്ങൾ കിടക്കുന്നത്? 27 വർഷമായി വാടകയ്ക്കായിട്ട് ഒരു മോനുണ്ടായിരുന്നു. ക്യാൻസർ ആയിരുന്നു, മരിച്ചു പോയി. എനിക്ക് തൊണ്ടയിലും ക്യാൻസർ ആയിട്ട് ബാത്റൂമിലൊക്കെ പോകുന്ന ചില സമയത്ത് താഴെ